എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇപ്പം നമ്മൾ എല്ലാവരും കൂടെ ഹോസ്പിറ്റലിലോട്ട് പോകുക, തിരുവല്ല ബിലീവേഴ്സിലോട്ട്. വസു ഉണ്ട് നമ്മുടെ കൂടെ. വസുവിനെ ഇന്ന് സ്കൂളിൽ വിട്ടില്ല. ഉച്ചയ്ക്ക് 2:30 നമുക്ക് ഹോസ്പിറ്റലിൽ ഡോക്ടറുടെ അപ്പോയിൻമെന്റ്. അപ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിൽ ചെല്ലുമ്പോൾ വസു വരുമ്പോൾ അവിടെ ആരും കാണത്തില്ല. ശ്രീജ ചേച്ചി ഇന്നില്ല ട്യൂഷന് വിടാൻ, അതുകൊണ്ട് വസുവിനെയും കൂടെ കൊണ്ടാ പോകുന്നത്. ഒരു 12:30 ആയപ്പോൾ അപ്പം ഇപ്പം നമ്മൾ തിരുവല്ലയായി. വസുവിന് ഇന്ന് നമുക്ക് പോകുന്ന വഴിക്ക് വസുവിനെ കൊണ്ടുവന്ന പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചാൽ വസുവിന് ഇന്ന് പോകുന്ന വഴിക്ക് വെറ്റ്ലാൻഡിൽ കയറി നാളെ ശിശുദിനമാണല്ലോ, അതിന് ഡ്രസ്സ് എടുക്കണം. അപ്പം വസുവിനെ ഇനി വീട്ടിൽ ചെന്ന് കൂട്ടിക്കൊണ്ട് പോകുന്നതൊക്കെ ചടങ്ങ്. അതുകൊണ്ട് ഇവിടുന്ന് നമ്മൾ പോകുന്ന വഴി ഹരിപ്പാടിന്ന് വാങ്ങാന്നാണ് വിചാരിച്ചേക്കുന്നത്. കഴിഞ്ഞ തവണ വാങ്ങിയ ഡ്രസ്സൊക്കെ ചെറുതായിപ്പോയി, അപ്പം ഇത്തവണ പുതിയത് വാങ്ങണം. ഇത്തവണ ഞാൻ അവനെ ഒരുക്കുന്നില്ലെന്ന് വിചാരിച്ചു, പക്ഷേ അവൻ്റെ ക്ലാസ്സിലെ പിള്ളേർക്ക് എല്ലാം ഇത്തവണ ഡ്രസ്സ് ഇടണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അവനും വേണമെന്ന് നിർബന്ധം. അപ്പം ഇന്ന് നമ്മൾ അങ്ങോട്ട് പോകുന്ന വഴി ഹരിപ്പാടിന്ന് വാങ്ങിക്കൊണ്ടൊക്കെ പോകാമെന്ന് വിചാരിച്ചു. അപ്പം ഇപ്പം നമ്മൾ തിരുവല്ലയായി. ഇനി ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കണ്ടിട്ട് പെട്ടെന്ന് നമുക്ക് ഇറങ്ങി പോയി ഡ്രസ്സൊക്കെ വാങ്ങിച്ചുകൊണ്ട് വേണം ഇന്ന് വീട്ടിൽ പോകാൻ. ഇന്നലെ വസുവിന് ക്ലാസ് ഇല്ലായിരുന്നു, ഇന്നും പോയില്ല. അപ്പം 2 ദിവസം അവധി കിട്ടി. തിങ്കളാഴ്ചത്തെ വസുവിൻ്റെ കരച്ചിൽ വീഡിയോ ഷോർട്ട് വീഡിയോ ഞാൻ ഇട്ടായിരുന്നു, കണ്ടവർ കണ്ട് കാണും. ഭയങ്കര കരച്ചിലായിരുന്നു രാവിലെ പോകാൻ വേണ്ടി. അപ്പം അതേ വസു കിടന്ന് ഉറങ്ങില്ല, ഉറങ്ങണമെന്ന് പറഞ്ഞ് കിടന്ന്. അപ്പം ഇന്നലെ ഇവർക്ക് സ്കൂളിൽ നിന്ന് ടൂറായിരുന്നു, അതുകൊണ്ട് ഇന്നലെ ക്ലാസ് ഇല്ലായിരുന്നു. വസു ഇപ്രാവശ്യം ടൂറിന് പോയില്ല. കഴിഞ്ഞ LKG UKG പോയി, 1ാം ക്ലാസ്സിൽ പോയില്ല. കാരണം ഇവന് ടൂറിന് പേരൊക്കെ കൊടുത്ത സമയത്ത് ഞങ്ങൾ ഹോസ്പിറ്റലിലായിരുന്നു തിരുവനന്തപുരത്ത്. അന്നേരം പേരൊന്നും കൊടുക്കാൻ പറ്റിയില്ല. വന്നു കഴിഞ്ഞ് ഞാൻ പിന്നെ ക്ലാസ് ടീച്ചറിനോട് തിരക്കിയപ്പം എല്ലാം ആയി, സീറ്റെല്ലാം ഫില്ലായെന്ന് പറഞ്ഞ്. പിന്നെ അത് കഴിഞ്ഞ് ഇടയ്ക്ക് മഴയൊക്കെ വന്ന സമയത്ത് ടൂർ മാറ്റി വെച്ചായിരുന്നു. പിന്നെ ഇവർക്ക് മിഡ് ടേം എക്സാം ആയപ്പം ടൂറെല്ലാം മാറ്റി വെച്ച്. പിന്നെ കുറച്ച് ദിവസത്തിന് മുന്നേ ടെലിഗ്രാമിൽ വീണ്ടും മെസ്സേജ് വന്നു, ഇങ്ങനെ തിങ്കളാഴ്ച പോകുന്നതെന്ന് പറഞ്ഞു. അപ്പം ഞാൻ വീണ്ടും സ്കൂളിലോട്ട് വിളിച്ചായിരുന്നു, ഒരാളെ കൂടെ കൊണ്ടുപോകാമോ എന്ന് ചോദിച്ച്. അപ്പം അവർ പറഞ്ഞില്ല, നോക്കട്ടെന്ന്. അപ്പം അവർ നോക്കട്ടെന്ന് പറഞ്ഞു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ വിളിച്ച് ഇല്ല, ലിസ്റ്റൊക്കെ പോയി, സീറ്റെല്ലാം ഫില്ലായെന്ന് പറഞ്ഞു. അപ്പം പിന്നെ ഇപ്രാവശ്യം ടൂറിന് വസു പോയില്ല, അതുകൊണ്ട് ഇന്നലെ ക്ലാസ് ഇല്ലായിരുന്നു. ഇന്ന് പിന്നെ ഞങ്ങൾ സാധാരണ ഇങ്ങനെ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ വസുവിനെ കൂടെ കൊണ്ടുപോകുന്നതല്ല, അവനങ്ങ് സ്കൂളിൽ പോകും. ശ്രീജ ചേച്ചി വൈകിട്ട് വരുമ്പോൾ റെഡിയാക്കി ട്യൂഷൻ വിടും. പക്ഷെ ഇന്ന് ശ്രീജ ചേച്ചി ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ കൂടെ അങ്ങ് കൊണ്ടുപോകും. എന്തായാലും ഞങ്ങൾ ലേറ്റായി വരത്തുള്ളൂ. ഇല്ലെങ്കിൽ പിന്നെ വൈകുന്നേരം ഞങ്ങൾ ചെന്ന് കഴിഞ്ഞ് പിന്നെ സന്ധ്യയ്ക്ക് പിന്നെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോകേണ്ടി വരും. ഡ്രസ്സ് കിട്ടുമോയെന്ന് പോലും അറിയത്തില്ല. എപ്പോഴും ഇവൻ്റെ സൈസ് കിട്ടാൻ പാടാ. വെറ്റ്ലാൻഡ് വന്നതിന് ശേഷം വലിയ കുഴപ്പമില്ല, കഴിഞ്ഞ തവണ കിട്ടിയായിരുന്നു. ഇത്തവണ ഇനി അവിടെ ചെന്ന് നോക്കണം. വലുതാണെങ്കിൽ എടുത്തിട്ട് അവിടെ നിന്ന് തന്നെ അവർ ചെറുതാക്കി തരും. അപ്പം ഇനിയിപ്പം ഇവിടുന്ന് ചെന്നിട്ട് വേണം ഡ്രസ്സൊക്കെ എടുക്കാൻ. അതുകൊണ്ട് വസുവിനെയും കുടുങ്ങി കൊണ്ടുവരുന്നതെന്ന്. അതുകൊണ്ട് ഇന്നും സ്കൂളിൽ പോകണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തി. ഒരു മണിക്കൂർ എടുത്തില്ല, അതിന് മുന്നേ എത്തി. ഈ ഹോസ്പിറ്റലിൽ പോയിട്ടുള്ളവർക്കറിയാം, കുറേ മരങ്ങളും ചെടികളും ഒക്കെ വെച്ച് പിടിപ്പിച്ച് ഏതോ ഒരു കൊട്ടാരത്തിലോട്ട് നോക്കുന്ന പോലെ. ഇങ്ങനൊരു ആശുപത്രി ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലെന്ന് വേണം പറയാൻ. പകലാണെങ്കിലും ഒരു ഇരുട്ട് കയറി കിടക്കുന്ന ഒരു അന്തരീക്ഷമാണ് ഈ ഹോസ്പിറ്റലിൽ എപ്പോഴും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അടിപൊളിയാണ്. നമ്മൾ പോയത് തിരുവല്ല ബിലീവേഴ്സ് ഹോസ്പിറ്റലിലോട്ടാണ്. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ, അതാ വീണ്ടും പറയാഞ്ഞത്. അപ്പം വന്ന് കയറിയപ്പോൾ തന്നെ എനിക്ക് ഭയങ്കരമായിട്ടങ്ങ് ദാഹിച്ചായിരുന്നു. ഏതെങ്കിലും കടയിൽ നിന്ന് ഒരു ജ്യൂസോ എന്തെങ്കിലും കുടിക്കാമെന്ന് വിചാരിച്ചപ്പം അവിടെയൊക്കെ നോക്കിയിട്ട് കടയൊന്നും കണ്ടില്ല. എങ്കിൽ പിന്നെ ഹോസ്പിറ്റലിനകത്ത് തന്നെ ഈ ക്യാൻറ്റീൻ പോലെ ഉണ്ടല്ലോ, അവിടുന്ന് കഴിക്കാമെന്ന് കരുതി മുകളിലോട്ട് പോയി. ചേട്ടനും വസുവും അച്ചുവും ചായയാണ് പറഞ്ഞത്, എനിക്കൊരു ഓറഞ്ച് ജ്യൂസാണ് പറഞ്ഞത്. കൂട്ടത്തിൽ ഞങ്ങളിത് ഈ ഐസ്ക്രീം സാൻഡ്വിച്ച് പോലത്തെ സാധനം വാങ്ങി. അത് കൊള്ളായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇതിന് വേറെ ഒരു കമ്പനിയുടെ ഒരെണ്ണം ഞാൻ ഇതിനു മുമ്പ് ഇത് വാങ്ങി നോക്കിയപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടില്ലായിരുന്നു തീരെ. പക്ഷേ ഇത് കൊള്ളായിരുന്നു, മിൽക്കി മിസ്റ്റിൻ്റെ ആയിരുന്നു തോന്നുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ചായയും കട്ട്ലൈറ്റും അതൊക്കെ ജ്യൂസും ഒക്കെ കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഡോക്ടറുടെ അടുത്തോട്ട് പോയത്. ഞങ്ങൾ 2 മണിയൊക്കെ അവിടെ ചെന്നപ്പം 2:30 നമുക്ക് സമയം പറഞ്ഞത്. ഞങ്ങളവിടെ ചെന്ന് ഫസ്റ്റ് ഫ്ലോറിൽ തന്നെ ആയിരുന്നു. ആദ്യം ഞങ്ങൾ ഗ്രൗണ്ട് ഫ്ലോറിലോട്ട് ചെന്ന് ചായ കുടിച്ചിട്ട് വീണ്ടും ഫസ്റ്റ് ഫ്ലോറിലോട്ട് ചെന്ന് അവിടെ ആയിരുന്നു. അപ്പോൾ അവിടെ ചെന്ന് കുറച്ച് സമയം അവിടെ ഞങ്ങൾ നിന്ന്. അവിടെ അപ്പോയിൻമെൻറ്റ് എടുക്കുന്നിടത്ത് കുറച്ച് ആളുണ്ടായിരുന്നു. 21 ഞങ്ങളുടെ നമ്പർ. 17ാമത്തെ നമ്പറായപ്പോൾ ഡോക്ടർ ഫുഡ് കഴിക്കാൻ പോയായിരുന്നു. പിന്നെ കുറച്ച് സമയം അവിടെ വെയിറ്റ് ചെയ്ത്, കാരണം ആ ഒരു സമയം ആയതുകൊണ്ട് ഞങ്ങൾക്കറിയാം എന്തായാലും ഡോക്ടർ ഫുഡൊക്കെ കഴിച്ചിട്ടേ നോക്കത്തുള്ളൂ ഉച്ച കഴിഞ്ഞ്. അപ്പം ഫുഡ് കഴിക്കാൻ പോയതുകൊണ്ട് കുറച്ച് സമയം വെയിറ്റ് ചെയ്തായിരുന്നു. പിന്നെ പെട്ടെന്ന് കയറി കണ്ട്. ഞാൻ ഡെർമറ്റോളജി കാണിക്കാൻ വേണ്ടി പോയതായിരുന്നു, വേറൊന്നുമല്ല. ഇപ്പം
അടുപ്പിച്ചടുപ്പിച്ച് എൻ്റെ മുഖത്ത് ഭയങ്കരമായിട്ട് പിമ്പിൾസ് വരുന്നുണ്ട്. പിമ്പിൾസും പിന്നെ അതിൻ്റെ കൂടെ കറുത്ത പാടും വരുന്നുണ്ട്. അപ്പം ഞാൻ എൻ്റേതായ രീതിക്കൊക്കെ ഒന്ന് മാറ്റാൻ നോക്കിയിട്ടൊന്നും മാറുന്നില്ല. മാറും, പിന്നെയും വരും. അപ്പം പിന്നെ ഞാൻ വിചാരിച്ച് എന്തായാലും മരുന്ന് വാങ്ങാമെന്ന്. അങ്ങനെ നമ്മൾ ഡോക്ടറെ കണ്ട് ഇപ്പം അതേ മരുന്ന് വാങ്ങിക്കാൻ വേണ്ടി ഇരിക്കുവോ ഇവിടെ. ഇനി ഇവിടുന്ന് പെട്ടെന്നായിരുന്നു, കുറച്ച് സമയത്തേ ഉള്ളൂ. നമ്മൾ വന്നപ്പോൾ ഡോക്ടർ കഴിക്കാൻ വേണ്ടി പോയി. ഇനി ഇവിടുന്ന് മരുന്ന് വാങ്ങിച്ചുകൊണ്ട് നമ്മൾ ഇറങ്ങുക. വല്ലതും കഴിച്ചിട്ട് ഇനി നമ്മൾ നേരെ ഹരിപ്പാടോട്ട് പോകും. ചേട്ടൻ പൈസ കൊടുത്ത് 30 രൂപയുടെ പേന മേടിച്ച് പേന കൈ വെച്ച് ബാക്കി കാശ് പോക്കറ്റിൽ വിട്ടു. ഇനി ഇതിനകത്ത് ദേനി വഴി നോക്കുക. പ്രേക്ഷകർ പറയും കൊടുക്കണോ വേണ്ട കൊടുക്കണം അച്ചു, നീ വാ. എന്തിന് കഴിക്കണ്ട, കഴിക്കണ്ട, ഡോണ്ട് ടച്ച്. അങ്ങനെ ഒരു കണ്ടത് പിടിച്ചു 30. വേണ്ട, എന്തോ പിന്നെ എതിരാണ് അങ്ങോട്ട് ഓടിപ്പോയി. എവിടെ? അപ്പം അതേ മരുന്നൊക്കെ കിട്ടുന്ന സമയം കൊണ്ട് ഞാനും വസുവും കൂടി ഇരുന്ന് ഈ ഐസ്ക്രീം സാൻഡ്വിച്ച് കഴിക്കുക. ഞങ്ങൾ മുകളിൽ ചെന്നപ്പോഴും ഒരെണ്ണം കഴിച്ചായിരുന്നു. ഇപ്പം താഴെ വന്നപ്പോഴും ഒരെണ്ണം വാങ്ങിച്ചുകൊണ്ട് വെച്ച് കഴിക്കുക. അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടറെ ഒക്കെ കണ്ടിറങ്ങി, മരുന്നൊക്കെ വാങ്ങി. ഇനി വല്ലതും കഴിച്ചിട്ട് നേരെ ഹരിപ്പാടോട്ടാണ് പോകുന്നത്, വസുവിന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി. വസു പറയുക മരുന്നല്ല ഔഷധമാണെന്ന്. ഡോക്ടറെ അടുത്ത് വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു. പെട്ടെന്ന് ഞങ്ങൾ ചെന്നപ്പോൾ ഡോക്ടർ കഴിക്കാൻ വേണ്ടി പോയി. ആ ഒരു താമസമേ ഉള്ളായിരുന്നു, അല്ലാതെ ആൾ ബഹളമൊന്നും ഇല്ലായിരുന്നു. ഞങ്ങൾ 21ാമത്തെ നമ്പരായിരുന്നു. 17 ആയപ്പോൾ ഡോക്ടർ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. പിന്നെ പെട്ടെന്നായിരുന്നു കാണിച്ചത്. അങ്ങനെ മരുന്നൊക്കെ വാങ്ങി ഇനി വല്ലതും ആഹാരം കഴിക്കണം. കഴിച്ചു കഴിഞ്ഞ് ഹരിപ്പാടോട്ടാണ് നേരെ പോകുന്നത്. അപ്പം എന്തായാലും ഇനി ആഹാരം ഹരിപ്പാട് തന്നെ ചെന്നേ കഴിക്കുന്നുള്ളൂ, ഇവിടുന്ന് കഴിക്കുന്നില്ല. നമ്മളെപ്പോഴും ഹോസ്പിറ്റലിൽ വന്നാൽ ഹരിപ്പാട് തന്നെ എന്നാ കഴിക്കുന്നത്. തിരുവല്ലയിൽ നിന്ന് 1-2 വട്ടമൊക്കെ കഴിച്ചിട്ടുള്ളൂ. അപ്പം ഹരിപ്പാട് ന്യൂലാൻഡിൽ തന്നെ തന്നെ കഴിക്കുന്നുള്ളൂ. അപ്പോൾ അവിടുന്ന് കഴിച്ചിട്ട് ഇനി നേരെ കയറി അങ്ങ് ഡ്രസ്സ് എടുത്താൽ മതിയല്ലോ. അപ്പം ഇപ്പം നമ്മളിതേ റെയിൽവേ ക്രോസ് ഇവിടെ ബ്ലോക്കായിട്ട് നിൽക്കുക. വലിയ വിശപ്പൊന്നും ഇല്ല, കാരണം ഇങ്ങോട്ട് കാപ്പിയൊക്കെ കുടിച്ചോണ്ടായിരുന്നു നമ്മൾ ഇറങ്ങിയത്. അതുകൊണ്ട് വിശക്കുന്നൊന്നുമില്ല. പിന്നെ വന്ന് കയറിയപ്പോൾ നമ്മൾ ജ്യൂസും കട്ട്ലൈറ്റ് ഒക്കെ കഴിച്ചായിരുന്നല്ലോ, അതുകൊണ്ട് വലിയ വിശപ്പൊന്നും ഇല്ല. പിന്നെ ചേട്ടൻ ഏത്തക്കൊക്കെ എടുത്തോണ്ടായിരുന്നു വന്നത്. ഇപ്പൊ അത് കഴിക്കാൻ പോവുക. അച്ചുവും ചേട്ടനും ഏത്തക്ക കഴിക്കാൻ പോവും. വസു ഏത്തക്കൊക്കെ എടുത്ത് കൊടുക്കുന്നു. 2 കിലോ പച്ചപ്പഴം ഗ്രീൻ എടുത്തോളൂ. ചീഞ്ഞതാണെന്ന് തോന്നുന്നു. അപ്പൊ ഇവരൊക്കെ ഇവിടെ ഏത്തക്കയും പഴവും ഒക്കെ കഴിക്കുക. നമ്മൾ മുന്നോട്ട് പോവാണ് ഗൈസ്. ട്രെയിൻ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ മുന്നോട്ട് പോവാ ഗൈസ്. ഹലോ ഗൈസ്. വസ്തു പേന കാണിച്ചേ. വസ്തുതേ ഇങ്ങനെ പല കളറ്, ഒരു പേനക്കകത്ത് തന്നെ പല കളർ വരുന്ന പണ്ടൊക്കെ ഉണ്ടായിരുന്ന കണക്കത്തെ പേന ഒക്കെ വാങ്ങിയിട്ടുണ്ട് ഹോസ്പിറ്റലിനകത്തുനിന്ന്. 1 അല്ല 2 എണ്ണം വാങ്ങി. ഒരെണ്ണം വാങ്ങിക്കഴിഞ്ഞ് ഒരെണ്ണം കൂടെ പോയി വാങ്ങി. ഇപ്പൊ 2 എണ്ണം കാണാതെ പോയൊന്നുമില്ല. അത് ബാഗിനകത്തുണ്ട്. പോയോ ചേട്ടാ? വാങ്ങി അത്ര പെട്ടെന്ന് തന്നെ ഒരെണ്ണം കാണാതെ പോയി. അപ്പൊ പിന്നെ 2ാമത് ഒരെണ്ണം കൂടെ വാങ്ങി. അങ്ങനെ ഇതിന് എത്ര കളർ എന്താണ് പറയാ? ഇതിന് 4 കളറുണ്ട്. അതിന്റെയൊക്കെ കളറിന്റെ പേര് പറയാം. ബ്ലൂ ഉണ്ട്, ഗ്രീൻ ഉണ്ട്, ബ്ലാക്ക് ഉണ്ട്, റെഡ് ഉണ്ട്. കേൾക്കാൻ പറ്റത്തില്ലെങ്കിൽ ഒന്നും കൂടെ വേണ്ട, കേൾക്കാൻ പറ്റും. ഇനി എന്തായാലും ഇവിടെ
ടൈം എടുക്കും ചേട്ടാ. ഒരു മണിക്കൂർ എടുക്കും നമ്മൾ ഹരിപ്പാട് ചെല്ലാൻ. അതുവരെ നമ്മൾ എന്തുവാ വിശപ്പൊന്നും ഇല്ല എങ്കിലും വിശപ്പുള്ളവര് സഹിച്ചിരിക്കണം. 1 മണിക്കൂർ എടുക്കും. അങ്ങനെ നമ്മൾ ന്യൂലാൻഡിൽ ചെന്ന് നമുക്ക് എവിടൊക്കെ കറങ്ങി തിരിഞ്ഞാലും ഹരിപ്പാട് ന്യൂലാൻഡിൽ നിന്ന് കഴിക്കുന്നതാണ് നമുക്കൊരു തൃപ്തി. അവിടാണ് നല്ല ഫുഡ് കിട്ടുന്നതായിട്ട് ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഹരിപ്പാട്. പിന്നെ നമ്മുടെ മുരളി ഹോട്ടലുണ്ട്. ചേട്ടന് എപ്പോഴൊക്കെ ആണെങ്കിലും മുരളി ഹോട്ടലാണ് ഫേവറേറ്റ്. പക്ഷെ ഞങ്ങൾക്ക് ന്യൂലാൻഡാണ് ഇഷ്ടം. അപ്പം ഞങ്ങൾ ഒരു 4-5 മണിയൊക്കെ കഴിഞ്ഞെന്ന് തോന്നുന്നു. ആ ഒരു സമയമൊക്കെ ആയപ്പോഴാണ് ചെന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് തലവേദന എടുത്തായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും ഇത്രയും യാത്ര ചെയ്യുമ്പോൾ എനിക്ക് നല്ലപോലെ തലവേദന എടുക്കും. തലവേദന നോർമലി വരാതിരുന്നാലും ഈ യാത്ര ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് തലവേദന എടുക്കും. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഒരു കാപ്പി വാങ്ങി കുടിച്ച്. അതിനാണെങ്കിൽ മധുരം തീരെ ഇല്ലായിരുന്നു. പുതിനയില കുറച്ച് ഇടണേന്ന് പറഞ്ഞപ്പം അവർ മധുരമാണ് കുറച്ച് ഇടണേന്ന് അവർക്ക് കേട്ടത്. അപ്പോൾ മധുരം തീരെ ഇടാതാണ് കാപ്പി കൊണ്ടുവന്നത്. അങ്ങനെ കാപ്പി ഒന്ന് കുടിച്ചു കഴിഞ്ഞ് ആണ് പിന്നെ ഫുഡൊക്കെ കൊണ്ടുവന്നത്. ഫുഡിനാണെങ്കിൽ ഒരുപാട് സമയം നമ്മൾ ഇരുന്നായിരുന്നു. നമ്മൾ അൽഫാം അതൊക്കെയായിരുന്നു പറഞ്ഞത്. അപ്പോൾ അതൊക്കെ എനിക്കിതൊന്ന് കുക്കായി വരണമായിരുന്നു. ഒരുപാട് സമയം ഇരുന്നായിരുന്നു. എങ്ങനെ പോലും ഒരു 3/4 മണിക്കൂറോളം നമ്മളവിടെ ഫുഡിന് വേണ്ടി ഇരുന്നായിരുന്നു. അങ്ങനെ കുറേ നേരം കഴിഞ്ഞപ്പോൾ ഫുഡ് വന്ന്. വസു ഫ്രൈഡ് റൈസാണ് പറഞ്ഞത്. ഞാൻ വീറ്റ് പൊറോട്ടയായിരുന്നു. ചേട്ടൻ ചപ്പാത്തിയും പിന്നെ അച്ചു അൽഫാം അതൊക്കെയാണ് പറഞ്ഞത്. അങ്ങനെ ഫുഡൊക്കെ വന്നിരുന്ന് വസുവിന് ചേട്ടൻ പാത്രത്തിലോട്ട് ഇട്ട് കൊടുത്ത് ഫ്രൈഡ് റൈസ്. പ്രത്യേകിച്ച് കറിയൊന്നും വസു വാങ്ങിയില്ല. എപ്പോഴും അവൻ ഈ ഒരു റൈസ് മാത്രമേ വാങ്ങത്തുള്ളൂ. അവ ഫുള്ള് കഴിച്ചില്ല. അവൻ ആ ഇട്ടത് മാത്രം കഴിച്ചിട്ട് ബാക്കി പാഴ്സൽ എടുത്ത് വീട്ടിൽ കൊണ്ടുപോകുമായിരുന്നു. ചേട്ടൻ എപ്പോഴും ചപ്പാത്തിയും ഈ വെജിറ്റബിൾ കറിയും തന്നെയാണ് വാങ്ങുന്നത്. അങ്ങനെ ഫുഡെല്ലാം കഴിക്കാൻ തുടങ്ങി. ഞാൻ വീറ്റ് പൊറോട്ടയാണ് വാങ്ങിയത്. ന്യൂലാൻഡിലെ വീറ്റ് പൊറോട്ടയാണെങ്കിൽ നമ്മുടെ സാധാ പൊറോട്ട തന്നെ നല്ല സോഫ്റ്റാണ്, കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഞാൻ അവിടുന്ന് മാത്രമേ വീറ്റ് പൊറോട്ട കഴിക്കത്തുള്ളൂ. വേറെ ഒരു കടയിലും എനിക്കിഷ്ടമല്ല. വേറൊരിടത്ത് ഞാൻ കഴിച്ചിട്ടില്ല, കണ്ടിട്ടുണ്ട്. നമ്മുടെ ഈ ഗോതമ്പിൻ്റെയൊക്കെ ഈ മറ്റേ അപ്പം പോലെ ഇരിക്കുന്ന വീറ്റ് പൊറോട്ട എനിക്ക് തീരെ ഇഷ്ടമല്ല. പക്ഷേ ന്യൂലാൻഡിൽ നല്ല അടിപൊളിയാണ്. അതുകൊണ്ട് ഞാൻ അവിടുന്ന് മാത്രമേ കഴിക്കത്തുള്ളൂ. ഞാനിപ്പോൾ എപ്പോൾ ചെന്നാലും വീറ്റ് പൊറോട്ട ഉണ്ടെങ്കിൽ ചപ്പാത്തി വലിയ പിടുത്തമില്ല, കഴിക്കുന്നത് ഇഷ്ടമല്ല എനിക്ക്. ഇത് വലിയ തെറ്റില്ല, നമ്മുടെ സാധാ പൊറോട്ട പോലെ തന്നെ ഇരിക്കും. എന്നാൽ വീറ്റ് പക്ഷേ നമ്മൾ പെട്ടെന്ന് കഴിച്ചോണം. കാറ്റ് കൊണ്ട് തണുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് കട്ടിയാവും. പെട്ടെന്ന് നമ്മൾ കഴിച്ചോണം. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ അൽഫാമായിരുന്നു വാങ്ങിയത്. ഞാൻ ബാർബിക്യൂ. അച്ചു പിന്നെ നോർമലേ വാങ്ങത്തുള്ളൂ. അവർ അധികം എരിവും കാര്യങ്ങളൊന്നും കഴിക്കത്തില്ല. എപ്പോഴും നോർമൽ ഇത് തന്നെ കഴിക്കത്തുള്ളൂ. അങ്ങനെ കുറച്ച് സമയമൊക്കെ ഞങ്ങളവിടെ ഇരുന്ന് സമാധാനമായിട്ട് ഫുഡൊക്കെ കഴിച്ച് അപ്പോഴേക്കും സന്ധ്യയാകാൻ തുടങ്ങി. ഇനി ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് വേണം വസുവിന് ഡ്രസ്സ് എടുക്കാൻ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിറങ്ങി നമ്മൾ നേരെ വെറ്റ്ലാൻഡിലോട്ടാണ് പോയത്. അപ്പോഴേക്കും എൻ്റെ ഫോണിൻ്റെ ചാർജൊക്കെ ഏകദേശം ഒന്ന് തീരാറായായിരുന്നു. പിന്നെ കടയ്ക്കകത്തോട്ട് കയറിയപ്പം അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു കൂടുതലും ഈ ശിശുദിനത്തിൻ്റെ ഡ്രസ്സൊക്കെ എടുക്കാൻ വന്ന പിള്ളേരും രക്ഷകർത്താക്കളും തന്നെ ആയിരിക്കണം. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. അങ്ങനെ വെറ്റ്ലാൻഡിൽ കയറി ഞങ്ങൾ ആദ്യം തന്നെ ഈ കിഡ്സിൻ്റെ സെക്ഷനിലോട്ട് ചെന്നപ്പം അവിടെ ഇഷ്ടം പോലെ വെള്ള ഈ കുർത്തയും ഈ ഡ്രസ്സ് ഇങ്ങനെ വാരി വലിച്ചിട്ടിട്ടുണ്ടായിരുന്നു. അപ്പം എല്ലാവരും ഈ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി വന്നതെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ ആദ്യം തന്നെ എടുത്തത് ഒരു ഭയങ്കര വലിയൊരെണ്ണമായിരുന്നു. അതെടുത്ത് വസുവിനിട്ട് നോക്കിയപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും സത്യം പറഞ്ഞാൽ ചിരി വന്നു. ചേട്ടനാണ് അറബികളെ പോലൊക്കെ ഇരിക്കുന്നതെന്ന് പറഞ്ഞ വസുവിനെ കളിയാക്കുമായിരുന്നു. അങ്ങനെ അത് അവിടെ ഇട്ട് നോക്കിയപ്പം എനിക്ക് അതിൻ്റെ മെറ്റീരിയലും വലുതായിട്ട് ഇഷ്ടപ്പെട്ടില്ല. വലിപ്പമായിരുന്നു, പിന്നെ അതിൻ്റെ മെറ്റീരിയലും ഇഷ്ടപ്പെട്ടില്ല. നല്ല പ്യുവർ കോട്ടൺ ആണ്, പക്ഷെ ഒട്ടും കട്ടിയില്ല. ഇങ്ങനെ ഒട്ടും കട്ടിയില്ലാത്തൊരു കോട്ടൺ പോലെ ഇരുന്നു. അങ്ങനെ അതവൻ ആദ്യം എടുത്തിട്ട് നോക്കിയിട്ട് ഞങ്ങളെല്ലാവരും സത്യം പറഞ്ഞാൽ അവനെ കളിയാക്കുമായിരുന്നു അവിടെ നിന്ന്. അത് കഴിഞ്ഞ് രണ്ടാമത് ചെറിയ സൈസ് എടുത്ത് വേറൊരു ടൈപ്പ് മെറ്റീരിയൽ എടുത്ത പല ടൈപ്പ് അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ആ ചേച്ചി തന്നെ എല്ലാം ഇടിയിപ്പിച്ചതും ഒക്കെ നമ്മൾ അവൻ്റെ ടീഷർട്ട് ഊരി കൊടുത്തപ്പം ആ ചേച്ചി തന്നെ ഇടിയിപ്പിച്ചത്. അങ്ങനെ അത് ഇട്ട് നോക്കിയപ്പം അത് കറക്റ്റ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. പക്ഷേ വസുവിന് അത് ഇഷ്ടപ്പെട്ടില്ല. അത് തനി കോട്ടനാണ്, നല്ല കട്ടിയുള്ളതാണ്. നല്ല പശയൊക്കെ ഇട്ട് നമ്മുടെ കതറൊക്കെ പോലെ നല്ല കട്ടിയുള്ള കോട്ടൺ ആയത് കാരണം അവന് മേത്ത് കൊള്ളുന്ന പോലെ തോന്നി. അപ്പോൾ അവനത് വേണ്ടെന്നും പറഞ്ഞ് നിന്നു. പക്ഷേ ഞങ്ങളത് കണ്ടപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു. അത് ഇട്ടിട്ട് നല്ലൊരു ഡീസൻറ്റ് ലുക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു അത് തന്നെ മതി, അകത്ത് ഇന്നർ ബനിയനൊക്കെ ഇടുമ്പം നല്ലപോലെ കിടന്നോളും, മേത്തൊന്നും കുത്തിക്കൊള്ളത്തില്ലെന്ന് പറഞ്ഞ് അത് തന്നെ അവനെ കൊണ്ട് ഒരു വിധത്തിൽ എടുപ്പിച്ച്. പക്ഷെ അവൻ കിടന്ന് നല്ല ബഹളമായിരുന്നു. വേണ്ടെന്നും പറഞ്ഞ് അവനത് ഒരു തരത്തി വേണ്ടെന്നും പറഞ്ഞ് ഈ രണ്ടാമത് എടുപ്പിച്ചതാണ് നല്ലത്. അതിലൊരുമാതിരി ചെക്കൊക്കെ പോലെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം എടുത്ത ഡ്രസ്സ് ഈ വർഷത്തേക്ക് നമുക്ക് പ്രയോജനപ്പെട്ടില്ല. ഇനി ഈ വർഷം എടുക്കുന്ന ഡ്രസ്സ് അടുത്ത വർഷത്തേക്ക് പ്രയോജനപ്പെടണം എന്നൂടെ കണക്കാക്കിയാണ് നമ്മൾ എടുക്കുന്നത്. അതിൻ്റെ ഇടയ്ക്കിനി എന്തുവാന്ന് അറിയത്തില്ല. ആൾ വണ്ണം വെച്ചാൽ ഇടാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ ഇടാം.
എന്നിട്ട് ഞങ്ങൾ അവിടെ തന്നെ അത് ഓൾട്ടർ ചെയ്യാൻ കൊടുത്ത്. വേറെ പ്രശ്നമൊന്നുമില്ലായിരുന്നു, കൈക്ക് കുറച്ച് ഇറക്കം കൂടുതലായിരുന്നു. പിന്നെ ഈ കോട്ടൺ ആയതുകൊണ്ട് കഴുകുമ്പോൾ കുറച്ച് ചുരുങ്ങുമല്ലോ, പിന്നെ കൈയുടെ ഇറക്കം കുറച്ച് കുറയ്ക്കാൻ അവിടെ തന്നെ കൊടുത്ത്. അപ്പോൾ 6:30 കൊടുത്ത 6:45 വരെ വെയിറ്റ് ചെയ്യാൻ വേണ്ടി അവർ നമുക്ക് ബില്ല് തന്നു. ബില്ല് അടിച്ച് ക്യാഷൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിത് ഓൾട്ടറേഷന് വേണ്ടി കൊടുക്കുന്നത്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവർക്ക് എല്ലാവർക്കും അറിയാം, എപ്പോഴും ഇതുപോലെ നമ്മൾ ഷർട്ടോ എന്തെങ്കിലുമൊക്കെ അവിടെ നിന്ന് എടുത്ത് അവിടെ തന്നെ ഓൾട്ടറേഷൻ ചെയ്യുന്നതുകൊണ്ട് അവർക്ക് അറിയാം നല്ലപോലെ. ചെന്നപ്പോൾ തന്നെ ആ ചേട്ടൻ അവനോട് ചോദിച്ചു ഇവിടെ വന്നിട്ടുള്ളതല്ലേ അങ്ങനെയൊക്കെ കുറച്ച് സമയം നമ്മൾ ഇരുന്ന് അതൊക്കെ ഓൾട്ടർ ചെയ്ത് നമ്മൾ അവിടുന്ന് വാങ്ങി. അവിടുന്ന് നേരെ ന്യൂലാൻഡിലോട്ട് പോയി. തൊപ്പി വേണമല്ലോ, തൊപ്പി മെയിൻ ഒരു കാര്യമാണല്ലോ ഈ ചിൽഡ്രൻസ് ഡേക്ക്. അങ്ങനെ അവിടെ ചെന്നപ്പോൾ കഴിഞ്ഞ വർഷം നമ്മൾ ഇതുപോലെ ചെയ്തിട്ട് നമുക്ക് തൊപ്പി കിട്ടിയില്ലായിരുന്നു. അവസാനം നമ്മൾ അവിടെ നിന്ന് ഒരു കുഞ്ഞു തൊപ്പി ഒരു ഡെമോ കാണിക്കാൻ വേണ്ടി എടുത്തിട്ട് പ്യുവർ കോട്ടൺ ആയിട്ടുള്ള വൈറ്റ് കളറിലെ തുണി മുറിച്ച് വാങ്ങി നമ്മുടെ ഇവിടെ ഉള്ളൊരു ചേച്ചിയെ കൊണ്ട് രാത്രി തന്നെ തൊപ്പി നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുപ്പിക്കുമായിരുന്നു ചെയ്തത്. ഇത്തവണ എന്തായാലും അങ്ങനെയൊന്നും മെനക്കെടേണ്ടി വന്നില്ല. തൊപ്പി നാച്ചുറലിലും ഉണ്ടായിരുന്നു, ഈ ക്ലോത്തിൻ്റെ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ പേപ്പറിൻ്റെ ഉണ്ടായിരുന്നു. പിന്നെ പേപ്പറിൻ്റെ ഞങ്ങൾ എടുത്തില്ല, ക്ലോത്തിൻ്റെ തന്നെ എടുത്ത്. അവന് പറ്റിയ ഒരെണ്ണം കിട്ടി. പിന്നെ അത് കഴിഞ്ഞപ്പം എനിക്കൊരു കമ്മലും വേണം, അവനൊരു കീ ചെയിനും വേണമെന്ന് പറഞ്ഞ് ഞങ്ങൾ അങ്ങോട്ട് പോയി. ദൂരേന്ന് കണ്ടപ്പോൾ ഈ ഒരു കമ്മൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, പക്ഷെ അടുത്ത് ചെന്നപ്പോൾ എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് ഞാൻ എടുത്തില്ല, അവിടെ തന്നെ അങ്ങ് വെച്ച്. ഈ കോപ്പർ കളറിലെ ഒരു ജിമുക്കിയായിരുന്നു. പിന്നെ ഞാൻ കമ്മൽ വാങ്ങിയില്ല. അവിടെ ഇതുപോലത്തെ നല്ല ഹാങ്ങിങ്ങിൻ്റെ കമ്മലൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ വാങ്ങാമെന്ന് കരുതി ഞാൻ എടുത്തില്ല കമ്മൽ, കാരണം നല്ലൊരു ലേറ്റ് ആയായിരുന്നു, സമയം 7 മണിയൊക്കെ ആയായിരുന്നു. ചേട്ടൻ്റെ വീട്ടിൽ വന്നിട്ട് വേറെ ഒരു കാര്യം ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾ വേറെ ഒന്നും നോക്കാൻ നിന്നില്ല. വസുവിന് ഒരു കീ ചെയിൻ വേണമെന്ന് പറഞ്ഞാൽ അവൻ ആദ്യം ഒരെണ്ണം എടുത്തുകൊണ്ട് വന്നത് എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ ഞങ്ങൾ വേറൊരു കീ ചെയിൻ പോയി ഞാനും അവനും കൂടെ കുറേ നേരം നിന്ന് തപ്പി ഒരു കീ ചെയിൻ അവനെടുത്ത്. അങ്ങനെ അവനെപ്പോൾ വന്നാലും ഒരു കീ ചെയിൻ ഇവിടെ നിന്ന് എടുക്കും, എന്തിനാണെന്ന് എനിക്ക് അറിയത്തില്ല. പിന്നെ 2 ദിവസം കഴിയുമ്പോൾ കാണത്തില്ല, ബാഗിൽ ഇട്ടുകൊണ്ട് പോകും, ആരെങ്കിലുമൊക്കെ പിള്ളേർ പൊട്ടിച്ചെടുക്കും. ഇപ്പോഴത്തെ ഒരു പ്രായം അങ്ങനെയാണല്ലോ. ഇവിടുന്ന് കൊടുത്തു വിടുന്ന സാധനമൊന്നും വൈകിട്ട് കാണത്തുമില്ല. പുള്ളിയുടേതല്ലാത്ത ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ലാത്ത കണക്കത്തെ സാധനങ്ങളുമായിട്ട് പുള്ളി വൈകിട്ട് വരികയും ചെയ്യും. ഇപ്പം നമ്മൾ എല്ലാ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഡ്രസ്സൊക്കെ എടുത്ത് നാച്ചുറലി കയറി തൊപ്പിയൊക്കെ വാങ്ങിച്ച് ഇപ്പം നമ്മൾ വീട്ടിലോട്ട് തിരിച്ചു പോവുക. ഇപ്പം സമയം 7:30 അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ കൊണ്ട് ഞാൻ നിർത്തുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വേറെ ദിവസം കാണാം. അപ്പൊ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഒരു 5-6 ദിവസം കഴിഞ്ഞിട്ട് പിന്നെയും വീഡിയോ ആയിട്ട് വരുന്നതാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ കൊണ്ട് ഞാൻ നിർത്തുവാണ്. ടാറ്റാ.